വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനമാണ്. മോചനം വരെ എത്തിയില്ലെങ്കിലും മോചനത്തിന് ഇനിയും കാലങ്ങൾ അല്ലെങ്കിൽ കാലാവധി നീളുമെന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അവിടുത്തെ നിയമങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെയും അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഒരു വധശിക്ഷ നടപ്പാക്കി അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്ന നടപടികളിലേക്ക് കടന്നാൽ പോലും പിന്നീട് വീണ്ടും ഒരു 2-3 വർഷം ആ ഒരു വ്യക്തിക്ക് ആ ജയിലിൽ തുടരേണ്ട സാഹചര്യമൊക്കെയാണ് സാധാരണ നിലയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വധശിക്ഷ ഒഴിവാക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള ചില നടപടികളൊക്കെ കടക്കേണ്ടി വരും. എന്തായാലും ആ വ്യക്തി എന്തായാലും ജീവനോടെ ഒരു കാലത്ത് തിരിച്ചെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിന് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും യമനിലെ ആ ഒരു ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികൾക്കായുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം രാത്രിയോളം വൈകി നടന്നിരുന്നു എന്നുള്ളതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് പ്രസിദ്ധ സൂഫി ഗുരു ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു ചർച്ചകളൊക്കെ നടന്നത്. ആ ഒരു മരിച്ച യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി കൃത്യമായ ചർച്ച നടന്നു. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ശുഭസൂചകമായ ഒരു മറുപടിയാണ്, അത്തരത്തിലുള്ള പ്രതികരണമാണ് ലഭിച്ചത് എന്നുള്ളതും കൂടിയുണ്ട്. ഈ ചർച്ചകൾ ഇന്നും തുടരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. ഗോത്ര നേതാക്കളും തലാലിന്റെ, അതായത് യമൻ പൗരന്റെ നിയമസമിതി കമ്മിറ്റി അംഗങ്ങളും കുടുംബങ്ങളുമായുള്ള ചർച്ചകളാണ് ഇന്ന് വീണ്ടും തുടരുക. കുടുംബങ്ങൾക്കിടയിൽ ഏകാഭിപ്രായത്തിലേക്ക് എത്തിക്കുന്നത് വരെ ശിക്ഷ നീട്ടിവെപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു വിവരങ്ങളുമായി. രാജേഷ്, എന്തായാലും ഒരു ശുഭപര്യവസായി ആയിരിക്കും ഈ ഒരു കേസിൽ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നിമിഷവും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന ആ ഒരു വധശിക്ഷ നീട്ടിവെക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. ഇന്നിപ്പോൾ ചർച്ച വീണ്ടും തുടരും എന്നുള്ളതാണല്ലേ? കാളിദാസൻ, പ്രധാനമായും AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇതുപോലത്തെ ഒരു ഈ വിഷയത്തിൽ വലിയൊരു പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ഈ കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അടിയന്തര ചർച്ചകൾ ഇന്നലെ രാത്രിയോളം നീണ്ടിരുന്നു. ഗോത്ര നേതാക്കളും തലാലിന്റെ നിയമസമിതി കമ്മിറ്റി അംഗങ്ങളും കുടുംബങ്ങളുമായുള്ള ചർച്ച ഇന്നും തുടരും. അതിൽ വലിയൊരു പുരോഗതി ഉണ്ടാകും തന്നെയാണ് ഒരു പ്രതീക്ഷ. ഈ ചർച്ചകൾ ആശാവഹമാണെന്നും ഇന്ന് നടക്കുന്ന തുടർ ചർച്ചകൾ സന്തോഷമായ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ഇപ്പോൾ കാന്തപുരത്തെ ഈ പ്രതിനിധി സംഘം അറിയിച്ചിട്ടുണ്ട്. ഈ കുടുംബങ്ങൾക്കിടയിൽ ഏകാഭിപ്രായത്തിലേക്ക് എത്തിക്കുകയും അതുവരെ ഈ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ സഹോദരനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് സുപ്രീം കോടതി ജഡ്ജ്, അതുപോലെ തന്നെ ഗോത്ര തലവന്മാർ എന്നിവരാണ് നിലവിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ നടന്ന അടിയന്തര ചർച്ചകൾ രാത്രിയോളം നീണ്ടിരുന്നു. അത് ഇന്നും തുടരും. അതിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ശുഭപ്രതീക്ഷ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന് സഹോദരനോട് നിലവിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രധാനമായും ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വൈരാഗ്യമായി ആളിക്കത്തിയ ഒരു കേസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഈ നിമിഷപ്രിയയുമായി ഈ കുടുംബങ്ങൾക്ക് സംസാരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇടപെടലിനെ തുടർന്ന് ഒരു ആശയവിനിമയത്തിന് സാധ്യത ഒരുങ്ങിയിരുന്നു. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. യമനിലെ വലിയ സ്വാധീനമുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ അല്ലെങ്കിൽ ഉമർ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചർച്ചയിൽ ഈ കുടുംബങ്ങളെയും ഈ ഗോത്ര വിഭാഗങ്ങളെയും അനുനയിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടാൻ സാധിക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷ. എന്തായാലും ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര ചർച്ചകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വരും മണിക്കൂറിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാളിദാസ്, ശ്രീ രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിതീവ്ര ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി. നിലവിൽ
ഈ ഒരു വധശിക്ഷ, അതായത് ഈ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ, നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ നീട്ടിയെന്നാണ് സൂചന. കേരള വിഷൻ ന്യൂസ് ഇക്കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ച ജൂലൈ 16 ശിക്ഷ നടപ്പാക്കില്ലെന്നാണ് വിവരം. പുതിയ തീയതി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. നിമിഷപ്രിയയുടെ മോചനത്തിനായി സൗദി വ്യവസായി ജേക്കബ് ചെറുവള്ളിൽ ഉൾപ്പെടെയുള്ളവരുടെ ശ്രമം തുടരുകയാണ്. വിസി നിയമനത്തിൽ